Welcome all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ്പെഷ്യലി ഫോർ ദ നീറ്റ് JEE സ്റ്റുഡൻസ് കെമിസ്ട്രി ഈസ് ദ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് ദാറ്റ് വി ഹാവ് നീഡഡ് ടു നോ. നമുക്ക് നീറ്റ് അല്ലെങ്കിൽ JEE ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ ജസ്റ്റ് ഇൻട്രൊഡക്ഷന് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. മെല്ലെ മെല്ലെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. തെർമോഡൈനാമിക്സിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ ഐ നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ ബേസിക് മുതൽ അറിഞ്ഞിരിക്കൽ എന്താണ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ബേസിക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് നിങ്ങൾക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ കിട്ടി. എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്? കെമിക്കൽ റിയാക്ഷൻസ് എന്ന് നമുക്കറിയാം, ഒരു റിയാക്റ്റന്റ് എന്തിലോട്ടാക്കി മാറ്റാണ് ചെയ്യുന്നത്? ഒരു റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നതിന് നമ്മൾ എന്ത് പറയാറുള്ളത്? കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയാറുള്ളത്. ഏതൊരു റിയാക്റ്റന്റും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളെ മുന്നിൽ ഉണ്ടാവും. ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറഞ്ഞത്? പോസിബിലിറ്റി ഓഫ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെ ഉള്ളിൽ ഉണർന്നു വരിക. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ ജസ്റ്റ് ജനറൽ ആയിട്ട് പറയണേ. ഒരു റിയാക്റ്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ നമ്മളെ ഉള്ളിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പോസിബിലിറ്റി ഓഫ് ദി റിയാക്ഷൻ. അതായത് സ്പോണ്ടാനിറ്റി ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത്. സ്പോണ്ടാനിറ്റി ഓഫ് ദി റിയാക്ഷൻ. ഈ സ്പോണ്ടാനിറ്റി ഓഫ് ദി റിയാക്ഷനെ അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് ദി റിയാക്ഷനെ മെയിൻലി ഡീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ തെർമോഡൈനാമിക്സ് ആണെന്ന് പറയുന്നത്. തെർമോഡൈനാമിക്സ് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു കാര്യം ഡീൽ ചെയ്യുന്നത്. അതായത് ഒരു റിയാക്ഷൻ എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളത് ഡീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. അതായത് സ്പോണ്ടാനിറ്റി ഓഫ് ദി റിയാക്ഷൻ ഡീൽ ചെയ്യുന്നതാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഒരു റിയാക്ഷൻ കണ്ടാൽ മാത്രം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് വരിക? അല്ല. എത്രത്തോളം എമൗണ്ട് ആണ് റിയാക്റ്റന്റ് നമുക്ക് വേണ്ടത്, എത്ര എമൗണ്ട് ഓഫ് ദി റിയാക്റ്റന്റ് ആണ് നമുക്ക് വേണ്ടത്, അതുപോലെ തന്നെ എത്ര പ്രൊഡക്റ്റ് ആണ്, എത്ര എമൗണ്ട് ഓഫ് ദി പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഉള്ളിൽ വരും. അങ്ങനെ ഈ ഒരു കാര്യത്തെ ഡീൽ ചെയ്യുന്ന ആളാണ് ഇക്വിലിബ്രിയം എന്നുള്ള പറഞ്ഞ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഈ ഒരു ക്വസ്റ്റ്യന് ഡീൽ ചെയ്യുന്നത്. മൂന്നാമത്താണ് എത്രത്തോളം സമയം വേണം ഒരു റിയാക്റ്റിന്റെ പ്രൊഡക്റ്റായി മാറാൻ, എത്രത്തോളം സമയം വേണം എന്നുള്ളത്. ആ ടൈം അതിനെ നമുക്ക് വേറൊരു പേരിൽ പറയാൻ പറ്റും, റേറ്റ് ഓഫ് ദി റിയാക്ഷൻ. റൈറ്റ്, നിങ്ങൾ കേട്ടിട്ടുണ്ട് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ റേറ്റ് ഓഫ് ദി റിയാക്ഷനെ ഡീൽ ചെയ്യുന്ന ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ചാപ്റ്റർ. കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓരോ ചാപ്റ്റർ വൈസ് നമുക്ക് പോവാം. കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്റർ ഇങ്ങനെ നാല് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉള്ളിൽ വരുമ്പോൾ ഓരോ ക്വസ്റ്റ്യനുള്ള ഉത്തരങ്ങൾ ഡീൽ ചെയ്യുന്ന ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ തെർമോഡൈനാമിക്സിൽ മെയിൻലി ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷന്റെ പോസിബിലിറ്റി, ആ റിയാക്ഷൻ എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളതാണ് ഒരു തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ തന്നെ ഡീൽ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് കടക്കാം. എന്താണ് ആക്ച്വലി തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്? എന്താണ് ആക്ച്വലി തെർമോഡൈനാമിക്സ്? തെർമോഡൈനാമിക്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് വേർഡാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഒന്ന് തെർമോ എന്നുള്ള ഒരു വേർഡും രണ്ടാമത് ഡൈനാമിക്സ് എന്നുള്ള ഒരു വേർഡും. റൈറ്റ്, തെർമോ എന്നുള്ള ഒരു വേർഡല്ല നമുക്ക് ഇതിൽ നിന്ന് കിട്ടാവുന്നത്. രണ്ടാമത്തെ എന്താ? ഡൈനാമിക്സ് എന്നുള്ള വേർഡ്. വാട്ട് ഈസ് ദ തെർമോ എന്ന് പറയുന്നത്? എന്താണ് തെർമോ എന്ന് പറയുന്നത്? ആക്ച്വലി എനർജി ചേഞ്ച്. എനർജി ചേഞ്ച് എന്ന് പറയുന്നത് തെർമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹീറ്റ് ആണ്. നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെ, ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താണ്? മോഷൻ. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാല് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത് ഡൈനാമിക് ആയിട്ടുള്ള ഒബ്ജക്റ്റും സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒബ്ജക്റ്റും പഠിക്കുന്നുണ്ട്. അപ്പൊ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ മോഷന്. അവിടെ ഹീറ്റ് എന്താ ചെയ്യുന്നത്? ട്രാൻസ്ഫർ. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എനർജി. അപ്പോൾ തെർമോഡൈനാമിക്സ് മെയിൻലി ഡീൽ വിത്ത് ദ എനർജിനെ കുറിച്ചാണ് മെയിൻലി ഈ ചാപ്റ്റർ തന്നെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഹെഡിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് പറയേണ്ടത്, നമ്മൾ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷനും അതിന് തെർമോഡൈനാമിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഇൻട്രൊഡക്ഷൻ ഒരുപാട് പറയാനുണ്ട്, കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുള്ളൂ. അതിനു മുന്നേ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാനുള്ളത് എന്താണ് സിസ്റ്റം, എന്താണ് സറൗണ്ടിങ്സ്. സറൗണ്ടിങ്സ് അറിയാണ്ട് നമ്മൾ തെർമോഡൈനാമിക്സിലോട്ട് കടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ സിസ്റ്റം എന്താന്ന് അറിയണം, സറൗണ്ടിങ്സ് എന്താന്ന് അറിയണം. വാട്ട് ഈസ് ദ സിസ്റ്റം? എ സിസ്റ്റം ഈസ് ദ സ്പെസിഫിക് പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഓർ ഒബ്സർവേഷൻ. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കെമിസ്ട്രി ലാബിൽ ഒരു റിയാക്ഷൻ നടത്തുകയാണ്.
നിങ്ങളൊരു കെമിസ്ട്രി, ഇതാണ് നിങ്ങൾ നടത്തുന്ന റിയാക്ഷൻ. നിങ്ങൾ ഈ ലാബ് ഇതാണ്, ലാബിന്റെ ചുറ്റുപാട് നിങ്ങൾ നോക്കുമോ? ഇല്ല. നിങ്ങളുടെ മെയിൻ ഫോക്കസ് എങ്ങോട്ടായിരിക്കും? മെയിൻ ഒബ്സർവേഷൻ എങ്ങോട്ടായിരിക്കും? റിയാക്ഷനിലോട്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് കിട്ടണം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. അപ്പൊ നിങ്ങൾ എന്താണോ ഒബ്സർവ് ചെയ്യുന്നത്, ആ ഒബ്സർവ് ചെയ്യുന്ന ആ പാർട്ടിനെ, ആ സ്പെസിഫിക് ആയിട്ടുള്ള പാർട്ടിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിസ്റ്റം. ഇവിടെ സിസ്റ്റം എന്താണ്? ഈ റിയാക്ഷൻ ആണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന് ചുറ്റുമുള്ള എല്ലാ ഭാഗത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സിസ്റ്റം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തെയും സറൗണ്ടിങ്സ് എന്ന് പറയാൻ പറ്റും. ഈ റിയാക്ഷൻ ഒഴിച്ചുള്ള എല്ലാ കെമിക്കൽ ലാബിലുള്ള എല്ലാ കാര്യങ്ങളും, കെമിക്കൽ ലാബ് അടക്കം എന്താണ്? ഇതിന്റെ സറൗണ്ടിങ്സ് ആണ്. സിംപ്ലി പറയുകയാണെങ്കിൽ അതാണ് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതൊരു പാർട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുന്ന ആ പാർട്ടിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് റെസ്റ്റ് ഓഫ് ദി അതർ പാർട്ട്. സിസ്റ്റം ഒഴിച്ചുള്ള ബാക്കി എല്ലാ പാർട്ടിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും? സറൗണ്ടിങ്സ് എന്ന് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, അതുപോലെ തന്നെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആണ് നമുക്ക് അറിയേണ്ടത്. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സാധനമാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം. എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ, ഡെഫിനിഷൻ ഒക്കെ നിങ്ങൾ വായിച്ചെടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിൾ ആയിട്ട് പറയണെങ്കിൽ, നിങ്ങളൊരു പാൻ എടുത്തു, ആ പാനിൽ നിങ്ങൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. വെള്ളം തിളപ്പിച്ചതിന് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ അവിടെ വെച്ച് പോയതിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റി? നിങ്ങൾ എടുത്ത വെള്ളത്തെ അത്രയല്ല ഇതിന് പാനിൽ കാണുന്ന, അതിലേറെ വെള്ളം കുറച്ച് വെള്ളം എന്തായിട്ട് മാറി? ആവിയായിട്ട് പോയിട്ടുണ്ട്. വാട്ടർ ബോയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തിലോട്ട് മാറും? വാപ്പറൈസ് ചെയ്ത് മാറും, റൈറ്റ്? അപ്പോ അങ്ങനത്തെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയത്? ഈ പാൻ എന്തിലാണ്? ഓപ്പൺ ആയിട്ട് കിടക്കണം. ഇവിടെ ലിഡ് വെച്ച് നിങ്ങൾ ക്ലോസ് ചെയ്തോ? ഇല്ല. അപ്പോ ഈ ഒരു സിസ്റ്റത്തിൽ എന്ത് ചെയ്തു? ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ നോക്കുന്നത് എന്താ? ഈ വെള്ളമാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം എന്ത് ചെയ്തു? ഈ വെള്ളം എന്ത് ചെയ്തു? കുറച്ച് വേപ്പറായിട്ട് എന്തിലോട്ട് എക്സ്ചേഞ്ച് ചെയ്തു? മാറ്റർ എന്ന് പറയുന്ന ഏതാണ് ഇതില്? വെള്ളമാണ്. ഈ വെള്ളം എന്തിലോട്ട് എക്സ്ചേഞ്ച് ചെയ്തു? സറൗണ്ടിങ്സിലോട്ട് എക്സ്ചേഞ്ച് ചെയ്തു. ഇവിടെ എനർജി എക്സ്ചേഞ്ച് ചെയ്യണില്ല. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് വരുമ്പോൾ കൈ പൊള്ളുന്നത്. ചൂട് അനുഭവിക്കുന്നതിന് കാരണം എന്താണ്? ഈ എനർജി കൂടി ഈ സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലോട്ട് എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പൺ സിസ്റ്റം സിംപ്ലി പറയണമെങ്കിൽ, ഒരു സിസ്റ്റം ഓപ്പൺ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിലുള്ളത് മാറ്റർ എന്ത് ചെയ്യണം? എക്സ്ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ എനർജി അതിന്റെ സറൗണ്ടിങ്സിലോട്ട് എക്സ്ചേഞ്ച് ചെയ്യണം. ഇവിടെ വെള്ളമാണ് നമ്മുടെ സിസ്റ്റം എങ്കിൽ ഇതിലുള്ളത് എന്താണ്? മാറ്റർ ആയിട്ടുള്ള വെള്ളം എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ചുറ്റുപാടുള്ള എയറിലോട്ട്. അതുപോലെ തന്നെ ഇതിൽ എനർജി, ഹീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്ചേഞ്ച് ചെയ്ത്. അതാണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഇതേപോലെ ഒരു പാൻ എടുത്തു. ഈ പാന് നിങ്ങൾ ലിഡ് വെച്ച് ക്ലോസ്, എവിടെ വെള്ളമുണ്ട് ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് ഹീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഹീറ്റ് ചെയ്താൽ എന്ത് ചെയ്തേ? ഈ വെള്ളം അതേപോലെ തന്നെ നിങ്ങൾ എത്രയാണോ വെള്ളം എടുത്ത് അത്രയും വെള്ളം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ പാനിൽ ഉണ്ടാവും. കാരണം നിങ്ങൾ എന്ത് ചെയ്തിട്ട് ലിഡ് വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് ക്ലോസ് ചെയ്തിട്ട് ഇനി ഇത് ഹാവിയായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഇവാപ്പറേറ്റ് ചെയ്ത സാധനം കണ്ടൻസ് ചെയ്താണ് താഴോട്ട് തന്നെ വരും. അതാണ്. അപ്പൊ ഇതിൽ എന്താണ്? മാറ്റർ ആയിട്ടുള്ള വെള്ളം എന്ത് ചെയ്തിട്ടില്ല? സറൗണ്ടിങ്സുമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? എക്സ്ചേഞ്ച് ചെയ്ത് എയറുമായിട്ട്, ഇതിന്റെ പുറത്തുള്ള എയറുമായിട്ട് എന്ത് ചെയ്തിട്ടില്ല? എക്സ്ചേഞ്ച് ചെയ്തിട്ടില്ല. ആകെ ആര് മാത്രമേ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ളൂ? ഹീറ്റ് മാത്രം, എനർജി മാത്രമേ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ? ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്? എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതിനാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാറ്ററും എനർജി എന്ത് ചെയ്യുന്നില്ല? എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. രണ്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് തെർമോ ഫ്ലാസ്ക് എന്ന് പറയുന്നത്. തെർമോ ഫ്ലാസ്കിൽ നമ്മൾ ചൂടുവെള്ളം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ചൂടുവെള്ളമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ചൂടുവെള്ളം പിന്നെ തണുക്കുണ്ടോ? ഇല്ല. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെർമോ ഫ്ലാസ്ക് എന്തിനാണ്? അവിടെ ഒരു മാറ്ററോ അല്ലെങ്കിൽ അവിടുത്തെ എനർജി എന്ത് ചെയ്യുന്നില്ല? അതിന്റെ സറൗണ്ടിങ്സുമായിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, അത് കൊടുക്കുന്നില്ല. അതൊരു തെർമോ ഫ്ലാസ്ക് അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് പറയാനുള്ളത്, എനിത്തിങ് വിച്ച് സെപ്പറേറ്റ് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് ഈസ് കോൾഡ് ബൗണ്ടറി. ബൗണ്ടറി ഇമാജിനറി അല്ലെങ്കിൽ റിയൽ ആവാം. അതായത് ഇപ്പൊ ഇവിടെ ഒരു ചിത്രം ഒബ്സർവ് ചെയ്തോ? ഇവിടെ ഉണ്ടാകുന്ന ബീക്കറിൽ വെള്ളമുണ്ട്. ഈ വെള്ളം എന്ന് പറഞ്ഞ സിസ്റ്റം ആണ്. സിസ്റ്റത്തിലുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ എന്ത്? വെള്ളവും ഇവിടെ ഉണ്ടാകുന്ന എയറും തമ്മിൽ എന്ത് ഉണ്ട്? ഒരു ബൗണ്ടറി ഉണ്ട്. ഇവിടെ രണ്ട് ബൗണ്ടറി ഉണ്ട്. റിയൽ ബൗണ്ടറി ഉണ്ട്, ഇമാജിനറി ബൗണ്ടറി ഉണ്ട്, റൈറ്റ്? ഇവിടെ റിയൽ ബൗണ്ടറി ഏതാണ്? ബീക്കർ നമുക്ക് എന്തെങ്കിലും കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. വെള്ളത്തിന് മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഇല്ല. അങ്ങനെ കാണാൻ പറ്റാത്ത സാധനത്തെ നമുക്ക് ഇമാജിൻ ചെയ്താണ്ട് നമുക്ക് അവിടെ ഒരു ബൗണ്ടറി ഉണ്ടെന്ന് പറയാം. ഈ വെള്ളവും ഇവിടുത്തെ എയറും തമ്മിൽ എന്തുണ്ട്? ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ട്. അപ്പൊ ബൗണ്ടറി എന്തുണ്ട്? ഇപ്പൊ നിങ്ങൾക്കൊരു
എന്ത് സാധനം തന്നു കഴിഞ്ഞാലും അവിടെ സിസ്റ്റവും സറൗണ്ടിങ്സ് തമ്മിൽ ഒരു ബൗണ്ടറി ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. ഈവൻ ഇഫ് യു കാൺ വിസിബിൾ, നമുക്ക് വിസിബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും അവിടെ എന്തുണ്ട്, ഒരു ഇമാജിനറി ആയിട്ടുള്ള ബൗണ്ടറി ഉണ്ടെന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് ഇവിടെ പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠമാണ് തെർമോഡൈനാമിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി വെക്കുക. രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്, എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്? ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ്, ഈ ഒരു ആ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്തിന് ഇൻഡിപെൻഡന്റ് ആണ്? ക്വാണ്ടിറ്റി ഓഫ് സിസ്റ്റത്തിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്ററിന്റെ ക്വാണ്ടിറ്റിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി. എക്സാമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ ഡെൻസിറ്റി എത്രയാണ്? ജനറലി നമ്മൾ സാധാരണയായിട്ട് വെള്ളത്തിന്റെ ഡെൻസിറ്റി എത്ര പറയാനുള്ളത്? ജനറലി വെള്ളത്തിന്റെ ഡെൻസിറ്റി നമ്മൾ എത്ര പറയാനുള്ളത്? 1 gram/ml അല്ലേ വെള്ളത്തിന്റെ ഡെൻസിറ്റി? സാധാരണയായിട്ട് നമ്മൾ പറയാറുള്ളത് വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 gram/ml ആണല്ലോ. വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 gram/ml അല്ലേ സാധാരണയായിട്ട് നമ്മൾ പറയാറുള്ളത്? യെസ് അല്ലേ? വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് 1 gram/ml അല്ലേ. ഒരു പാൻ എടുത്തു, ആ പാനിൽ ഞാൻ വെള്ളം എടുത്തു, 100 ml വെള്ളമുണ്ട്, 100 ml വെള്ളമുണ്ട്. ഈ പാനിലത്തെ വെള്ളത്തെ ഞാൻ എന്ത് ചെയ്തു? രണ്ട് പാനിലോട്ടാക്കി തിരിച്ചു. ഒന്ന് 50 ml 50 ml 50 ml 50 ml. അങ്ങനെയാണെങ്കിൽ ഈ വെള്ളത്തിന്റെ ഡെൻസിറ്റി എത്രയാണ്? 1 gram/ml അല്ലേ? ഡെൻസിറ്റി മാറുണ്ടോ? ഈ വെള്ളത്തിൻ്റെയോ? ഈ രണ്ടാക്കി തിരിച്ചു, ഈ വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് പാനിലോട്ടാക്കി രണ്ടാക്കി തിരിച്ചു. ഇതിന്റെ ഡെൻസിറ്റി എത്രയാണ്? 1 gram/ml. ഇതിന്റെ ഡെൻസിറ്റിയോ? 1 gram/ml. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പൊ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നില്ല? ഡെൻസിറ്റി എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഈ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി, ഈ വെള്ളം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. 100 ml ഉള്ള വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 gram/ml തന്നെയാണ്. 50 ml ആയപ്പോഴും 1 gram/ml തന്നെയാണ്. അപ്പൊ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തിനും ഇൻഡിപെൻഡന്റ് ആണ്? ആ ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്റർ പ്രസന്റ് ഇൻ ദ സിസ്റ്റം. അങ്ങനെ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ടെമ്പറേച്ചർ, പ്രഷർ, ഡെൻസിറ്റി, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, ഓൾ കോൺസെൻട്രേഷൻ ടേംസ്. ടെമ്പറേച്ചർ പറയുകയാണെങ്കിൽ നമ്മളൊരു വെള്ളം ചൂടാക്കി, അതിന്റെ ടെമ്പറേച്ചർ 100°C ആണ്. ആ ടെമ്പറേച്ചറിലെ വെള്ളത്തെ നമ്മൾ 2 ഗ്ലാസ്സിലോട്ടാക്കി മാറ്റിയാലും ആ ടെമ്പറേച്ചർ മാറുന്നുണ്ട്. ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ മാറുന്നുണ്ടോ? അതായത് ആ ഒരു സാധനത്തെ നമ്മൾ 2 കപ്പിലോട്ടാക്കിയാലും ടെമ്പറേച്ചർ മാറുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ ടെമ്പറേച്ചർ എന്താണ്? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. പ്രഷർ എന്ന് പറയുന്നത് ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഡെൻസിറ്റി, വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു തേൻ കുപ്പി എടുക്കുക, ആ തേൻ നമ്മളൊരു സ്പൂണിലോട്ട് എടുത്തു, 2 സ്പൂണിലോട്ട് എടുത്തു, ആ തേനിന്റെ വിസ്കോസിറ്റി മാറുണ്ടോ? ഇല്ല. വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ്. സർഫസ് ടെൻഷൻ ഈസ് ഓൾസോ ഇന്റൻസീവ് പ്രോപ്പർട്ടി. ആ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്, വെള്ളത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് എപ്പോഴും 100°C ആയിരിക്കും. അതിന്റെ വെള്ളം എവിടെ കൊണ്ടിട്ടാലും വെള്ളത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? അതൊരു 100°C ആണ്. അപ്പൊ അത് എന്താണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. അതുപോലെ തന്നെ എല്ലാ കോൺസെൻട്രേഷൻ ടേംസും എന്താണ്? ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണെന്ന് പറയാം. ഇങ്ങനെ മനസ്സിലാക്കി വെക്കണം ഇതെന്ന് പറയുന്നത്. ഇനി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളതാണ്. ആ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടീസ് എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്റർ പ്രസന്റ് ഇൻ ദ സിസ്റ്റം. ആ ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്ററിനെ പ്രസന്റ് ചെയ്യുന്ന സിസ്റ്റത്തിലുള്ള ക്വാണ്ടിറ്റി ഓഫ് ദി മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആക്കി എടുക്കുകയാണെങ്കിൽ ഒരു പാനിൽ ഞാൻ 100 വെള്ളം എടുത്തു. 100 ml വെള്ളം എടുത്തു. ഈ 2 പാനിലോട്ടാക്കി മാറ്റി. ഈ വെള്ളത്തെ ഞാൻ എന്ത് ചെയ്തു? 50 ml ആക്കി മാറ്റി. 50 ആക്കി മാറ്റി. ഈ 100 ml ഉള്ള വെള്ളം എന്താക്കി? 50 മാറി. ഇവിടെ എന്ത് പ്രോപ്പർട്ടീസ് ആണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? വോളിയം. ഇവിടെ എന്ത് ചെയ്തു? വോളിയം കുറഞ്ഞില്ലേ? വോളിയം ഇവിടെ 50 മാറി. ഇതിന്റെ വോളിയം 50 മാറി. ഇവിടെ എത്തിയപ്പോ എന്തായിട്ട് മാറി? വോളിയം 100 ആക്കി മാറ്റി. അപ്പൊ ഈ വോളിയം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇതിൽ പ്രസന്റ് ചെയ്യുന്ന വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ഇതിൽ പ്രസന്റ് ചെയ്യുന്ന മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ വോളിയം നമുക്ക് എന്തായിട്ട് പറയാം? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആണെന്ന് പറഞ്ഞൂടെ? എക്സാമ്പിൾ ആയിട്ട് വോളിയം ഉണ്ട്, ഇന്റേണൽ എനർജി വെരി ഇമ്പോർട്ടന്റ് ആണ്. തെർമോഡൈനാമിക്സിൽ ഏറ്റവും കൂടുതൽ ഇന്റേണൽ എനർജിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് ചെയ്യാം. മാസ്, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് ഫ്രീ എനർജി, ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. മാസ് പറയുന്ന ഒരു പിസ്സ എടുത്തു, ആ പിസ്സ നമ്മൾ 2 പീസാക്കി എടുത്തു. ആ ഒരു ഒറ്റ പിസ്സയിൽ നിന്ന് അതിനെ എന്ത് കുറഞ്ഞു? മാസ് കുറഞ്ഞില്ലേ? 2 പീസാക്കി എടുത്തപ്പോ ആ പിസ്സന്റെ മാസ് എന്ത് ചെയ്തു? കുറഞ്ഞു. എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് ഫ്രീ എനർജി ഒക്കെ എന്താണ്? ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. നമ്മൾ ഇത്രേ ചർച്ച ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.